അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അവസാന ഹോം മത്സരത്തിലും പരാജയപ്പെട്ടു. ഈസ്റ്റ് ബംഗാളിനോട് 4-2 മാർജിനിലാണ് തോറ്റത്. 2 മത്സരങ്ങളിൽ നിന്നായിട്ട് 2 കൊൽക്കത്ത ക്ലബ്ബുകളിൽ നിന്നായിട്ട് 8 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത്. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ആദ്യം ഗോളടിച്ച് ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തെങ്കിലും പിന്നെ അങ്ങോട്ട് നമ്മുടെ പോസ്റ്റിലൊരു ചറപറ ഗോളുകളുടെ വരവായിരുന്നു. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ പെനാൽറ്റി കരൺജിത്തിന്റെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ നിന്ന് വന്നതായിട്ട് തോന്നി. പിന്നെ റെഡ് കാർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജീക്സൺ സിംഗിനും നവോച്ചയ്ക്കുമാണല്ലോ റെഡ് കാർഡ് കിട്ടിയത്. നവോച്ചയ്ക്ക് ഡയറക്റ്റ് റെഡ് ആയതുകൊണ്ട് തന്നെ 2 മത്സരങ്ങൾ നഷ്ടമാകും. ജീക്സന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജീക്സന് നാളെ നടക്കാനിരിക്കുന്ന നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരമാകും നഷ്ടമാകുക. പിന്നെ ഈ ഒരു മത്സരത്തിൽ നിന്ന് പോസിറ്റീവായിട്ട് തോന്നിയത് രാഹുൽ KPയുടെ പെർഫോമൻസ് ആണ്. രാഹുൽ എല്ലാം ഇപ്പോൾ സെറ്റായി എന്ന് പറയുന്നില്ല, പക്ഷേ റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബെറ്റർ ആയിട്ട് തോന്നി. ഡിസിഷൻ മേക്കിങ്ങിലായാലും ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നി. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ ഹോർമിപ്പാമിന്റെ പെർഫോമൻസ്. ഹോർമി കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വഴങ്ങേണ്ടിയിരുന്ന 1-2 ഗോളുകളൊക്കെ ഹോർമിയുടെ ഒരു ഇടപെടലുകൾ മൂലം കൺസീഡ് ചെയ്യാത്തതായി തോന്നി. മിലോസിന്റെ ഒരു അഭാവം വലിയ രീതിയിൽ വരാതെ ഹോർമി ആ പൊസിഷൻ കൈകാര്യം ചെയ്തു. അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ ലൂണയുടെ തിരിച്ചുവരവിനെ പറ്റിയാണ്. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒരുപോലെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൂണയുടെ തിരിച്ചുവരവ്. ഈ ഒരു കാര്യത്തിൽ ഇവാൻ മുക്കോമനോവിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവാൻ പറയുന്നത് ലൂണയെ നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുമെന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന 2 മത്സരങ്ങളിലും ലൂണ കളിക്കാൻ ചാൻസ് ഇല്ല. അതായത് നോർത്ത് ഈസ്റ്റിനെതിരെയും ഹൈദരാബാദ് എഫ്സിക്കെതിരെയും ലൂണ കളിക്കില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസിനെ പറ്റിയും ലൂണയുടെ തിരിച്ചുവരവിനെ പറ്റിയും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ഇടുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.